പറഞ്ഞാല് നമ്മളെ പറ്റി തന്നെ പ്രൗഡ് ആവേണ്ട ഒരു മൊമെന്റ് ആണ്. ഈ അസൂയ ഉള്ളവരെ പറ്റി ആലോചിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ വിജയത്തിന്റെ ആ ഒരു പാതയിലേക്ക് കയറുന്നോണ്ടാണ് ഇവർക്ക് നമ്മളോടുള്ള ഒരു അസൂയ ഇങ്ങനെ മൂത്ത് മൂത്ത് തിളച്ചു തൂവി വരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വേണ്ട. കാര്യം നമുക്ക് കഴിവുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പടി മുകളിലേക്ക് കയറി എന്നുള്ള ആ ഒരു ബോധം അവരുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ഈ അസൂയ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്കൊന്ന് പോവാം. ആദ്യത്തെ ലക്ഷണം ഇതാണ്. നമ്മുടെ വിജയത്തിനെ എപ്പോഴും അവർ ചെറുതാക്കി കാണാൻ ശ്രമിക്കും. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മളിപ്പോ ഒരു നല്ല വീട് വെച്ചു, അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടിയിരിക്കട്ടെ, നമ്മളോട് ഏറ്റവും അസൂയപ്പെടുന്ന ഒരാൾ എന്തായിരിക്കും പറയാം, ഇത്രയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ, വലിയ ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ വെച്ചത്. അല്ലെങ്കിൽ അവര് പറയും, അങ്ങ് വലിയ ബോസ് ഒന്നും ആയില്ലല്ലോ, ഇത്രയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലായിരിക്കും. കാര്യം നമ്മൾ എന്ത് വിജയം കൈവരിച്ചാലും അതിനെയൊക്കെ അവർ ചെറുതായിട്ട് കാണാൻ ശ്രമിക്കും. ഒരിക്കലും അതിലൊരു പെർഫെക്ഷൻ അവർ കാണില്ല, അല്ലെങ്കിൽ അവരതിനെ സിൻസിയർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അത് അവരുടെ ഒരു പ്രശ്നമാണത്. നമ്മളിനി എത്ര മാറ്റാൻ ശ്രമിച്ചാലും